ചോദിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആകട്ടോ. ചോദിച്ചു വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കുക ചോദിച്ചാ. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വന്നപ്പോൾ ഭയങ്കര ലുക്കിലൊക്കെ വന്ന് പുതിയ ലുക്കിൽ വന്നതൊന്നും ആരും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാമസ്റ്റൺ നോർത്തിലുള്ള വിൻമില്ലിലേക്കാണ്. സൂര്യൻ തെളിഞ്ഞു. ഹലോ, സാവുമില്ലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ. അപ്പോൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വന്നപ്പോൾ ഭയങ്കര ലുക്കിലൊക്കെ വന്ന് പുതിയ ലുക്കിൽ വന്നതൊന്നും ആരും വിചാരിക്കേണ്ട. ഇവിടെ ഇന്നത്തെ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഈ ഗ്ലാസ് വെച്ചാ കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ന്യൂസിലൻഡിലെ പാമസ്റ്റൺ നോർത്തിലുള്ള ഒരു വിൻമില്ലിലേക്കാണ്, വിൻഫാമിലേക്ക്. അതിന്റെ പേരാണ് APITI വിൻഫാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിൻമില്ല് കണ്ടില്ലെങ്കിൽ നമുക്കതൊരു നഷ്ടം തന്നെയാണ്. അപ്പം ഞങ്ങൾ വന്ന വഴിയിലും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടിട്ട് ആദ്യം വരുമല്ലേ. പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാമസ്റ്റൺ നോർത്തിലുള്ള വിൻമില്ലിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ മുഴുവനും ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള വിൻമില്ലിലെ കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് ഞാൻ കയറി ഇരുന്നു. ഇതാ ജോയിച്ചിന് ഇതാ റൂട്ടൊക്കെ ഇടുവാണ്. കണ്ടോ, ഒരു ഹായ് പറഞ്ഞു ചോദിച്ചാ. ജോയിച്ചിൻ്റെ റൂട്ടൊക്കെ ഇടുവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴിയറിയില്ല. നമുക്ക് ഗൂഗിൾ അമ്മച്ചിയുടെ സഹായമില്ലാതെ ന്യൂസിലൻഡിൽ വന്നിട്ട് എവിടെ യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പോയേക്കാം. റെഡിയല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ കാണാൻ പോകുന്നത് നമ്മൾ വിൻമില്ലിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ്. റോഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം. വിൻമില്ലിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ പോവല്ലേ നമ്മള്? പോവല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാ അപ്പൊ നിങ്ങളെ നമ്മുടെ വഴിയിലുള്ള കാഴ്ചകൾ കാണിക്കണം തോന്നി. കാരണം കണ്ടോ, നമ്മുടെ നിലം മുട്ടി നിൽക്കുന്ന ആകാശം, വഴിയിലുള്ള കാഴ്ചകൾ കണ്ടോ. ഇവിടെ ഇപ്പം ഓട്ടം സീസണാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം മരങ്ങൾ, ഇലയെല്ലാം നല്ല മഞ്ഞ കളറിലും ചുവന്ന കളറിലും ഒക്കെ നിൽക്കുന്നതായിരിക്കും. നല്ല ഭംഗിയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കാം. ഇത് ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയം കേട്ടോ. ഇത് കണ്ടു, സൈഡിലുള്ള മരങ്ങളൊക്കെ കാണാമല്ലോ അല്ലേ. എന്ത് രസമാണെന്ന് നോക്കിയേ. എനിക്ക് ഈ സ്പേസ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ. എന്ത് രസമല്ലേ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ. പൂക്കൾ നിൽക്കുന്ന പോലെ, പക്ഷെ അതല്ല ഇലയാ കേട്ടോ. കണ്ട, ഓ സെമിറ്ററി കേട്ടോ. ഇവിടുത്തെ ഒരു സെമിത്തേരി കണ്ട. പൂക്കളുടെ ഇടയിൽ കിടന്നിറങ്ങുന്ന ആത്മാക്കൾ. ഓ, നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലല്ലേ. ഇവർക്ക് ഒത്തിരി നീളത്തിലുള്ള സെമിത്തേരി കേട്ടോ. ഇവിടെ മരിച്ചവരെല്ലാം ഇവിടെയാണോ നടക്കുന്നത്? ഇവിടുന്ന് അങ്ങ് മലയുടെ മുകളിൽ വിൻമില്ല് കാണാവോ. കുറേ കാറ്റാടി യന്ത്രങ്ങൾ കണ്ടോ. ശരിക്കും കാണാൻ പറ്റുമോന്ന് അറിയില്ല. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇപ്പൊ കാണാൻ തോന്നുന്നു. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണാം. സൂപ്പർ വ്യൂ. It wrapped around your soul with no control. എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയതാ. പശുക്കളും പച്ചപ്പും ഇവരൊന്നും കൂട്ടി കയറാറില്ല കേട്ടോ. ഞാൻ അതാ പറഞ്ഞു തന്നിരുന്നേ. നിങ്ങളിങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് രാവിലെ തൊട്ട്. ഇപ്പൊ രാത്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ്. മഴയും തണുപ്പും ഒന്നും അതുങ്ങൾക്ക് പ്രശ്നമല്ല. ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു പശു പോകുന്നതിന്റെ പുറകെ തന്നെ എല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് പോവുകയും ചെയ്യും. റോഡുകൾ കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ 45 സ്പീഡ് ലിമിറ്റ് ഒക്കെ. ഇതെല്ലാം സ്പീഡ് ലിമിറ്റ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അത് തന്നെ, അതെ അതെ, നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യണം. ഇപ്പൊ 50 ആണെങ്കിൽ 50, 45 ആണ് 45. കണ്ടോ, റോഡ് കാണാലോ അല്ലേ നന്നായിട്ട്. നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് പറയുന്നതനുസരിച്ച് ഞാൻ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അടിപൊളി വ്യൂ ആണ് കേട്ടോ.
ക്യാമറയ്ക്ക് അത് എന്താണ് സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിലുകൊണ്ട് കാണാൻ പറ്റുന്നത് നല്ല വ്യൂ ആ. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങൾ, അതായത് നമ്മുടെ ബുക്കിന്റെ കവറിന്റെ അതൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഈ ഇത് കണ്ടോ മരമൊക്കെ കിടക്കുന്നത്. റൈറ്റ് സൈഡ് വ്യൂ ആണ് അടിപൊളി. പക്ഷെ അത് അവള് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. കണ്ടോ റൈറ്റ് സൈഡും കൂടെ കാണിക്കുന്നുണ്ട് ഞാൻ. അതിന്റെ കൂടെ ഞാൻ ഇവിടുത്തെ റോഡിലും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെ അടുത്തടുത്ത് നമ്മുടെ കാറ്റാടി യന്ത്രങ്ങളുടെ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. പൊളി. ആ നോക്കിയേ, ഇത് ഈ വ്യൂ കാണിക്കൊണ്ടിരിക്കും. ഈ ഫ്രണ്ട് വ്യൂ അത് കാണുന്നുണ്ട് അവര്. നമ്മൾ ഒരുപാട് ദൂരെ നിന്നായിരുന്നു കണ്ടതല്ലേ. നമ്മള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഞങ്ങള്. അതെ അതെ അതെ. ഞങ്ങള് എത്രയോ നേരം അകലേന്ന് കണ്ട സാധനം അടുത്ത് കാണുകയാണ്. വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടാ. നിങ്ങള് വ്യൂ കണ്ടോണ്ടിരുന്ന അടിപൊളി റോഡാട്ടോ. സിക്സാഗ് മാത്രമല്ല കയറി പോകുന്നത്. അതെ അതെ. പക്ഷെ കേറാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴേ ഇത് നല്ല വളവും പിന്നെ എന്താ പറയാ നല്ല ഇറക്കവും. ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ നല്ല കയറ്റം. നല്ല കയറ്റം കേട്ടോ. അടിപൊളി. നോക്കാം ആകാശത്തെ നമ്മൾ തൊടാവുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടോ? കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ ആകാശം. ജോയിച്ചൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ജോയിച്ചൻ വണ്ടിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വണ്ടി നിർത്താൻ പറ്റില്ല. നമ്മള് സൂം ഒന്നും ചെയ്യാതെ കറക്റ്റ് വ്യൂ ആണ്. നമ്മളിതാ വിൻമില്ലിന്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ത് വലിപ്പല്ലേ, കാണാവോ എല്ലാവർക്കും? ഇതാ ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് കണ്ടോളൂ. ഒരുപാട് പ്ലേസിൽ ഇങ്ങനെ നമ്മൾ അകലെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെറുതായിരുന്നു, അടുത്ത് വരുമ്പോൾ അതിന് വലിപ്പം വെക്കുന്നുണ്ടോ? അത് നല്ല വ്യൂ ആകട്ടോ. മോളെ എന്ത് വലിപ്പമാണ് ഇത്. ചോദിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആകട്ടോ. ചോദിച്ചു വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കുക. ചോദിച്ചാ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി എങ്ങും പറയുന്നില്ലല്ലോ. അയ്യോ അമ്മച്ചി മിണ്ടാതെ ഇരിക്കുവാ. ഈ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് അമ്മച്ചി അനങ്ങാതെ. അമ്മച്ചി ഉറങ്ങിപ്പോയോ? ചിലത് കറങ്ങുന്നുണ്ട്, ചിലത് കറങ്ങുന്നില്ല. അത് കാറ്റ് കിട്ടുന്ന അനുസരിച്ചാ. കാറ്റ് കിട്ടുന്ന അനുസരിച്ചേ ഉള്ളൂ അവര് കറങ്ങുള്ളൂ. എന്നിട്ട് വേണം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ. നമ്മുടെ വിൻ ഫാമിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 500 meters കൂടി ഉള്ളതാണ് അമ്മച്ചി പറയണത്. Your destination is on the right. Really? Destination is on the right. നല്ല കൊടും വളവുകൾ. ഇതൊക്കെ തന്നെയാന്നാ പറയണേ. അപ്പോൾ ഞങ്ങൾ വിൻഫാമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നിങ്ങളെ ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ നല്ല കാഴ്ചയാണ്, ഗാതമായ കൊക്ക പോലെ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. നല്ല കാറ്റുണ്ട്. വിൻഫാം ആകുമ്പോൾ എന്തായാലും കാറ്റുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് കാഴ്ച കാണാം. ഇത് അങ്ങോട്ട് നോക്കി. വാവ് സൂപ്പർ. ഇത് രസമല്ലേ. ഇതാ ഇപ്പം നല്ല വെളിച്ചം വന്നു, സൂര്യൻ തെളിഞ്ഞു. തണുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എന്ത് രസമല്ലേ. ഒരുപാട് ടർബൈൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് 2003 ഇത് വിൻമില്ല് പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ന്യൂസിലൻഡിൽ ഏറ്റവും ആദ്യം ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത വിൻമില്ലിൽ ഒരെണ്ണമാണിത്. ഇപ്പോഴും ഇതൊരു 45,000 ഫാമിലിയിലേക്ക് ഉള്ള ഇലക്ട്രിസിറ്റി ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പം ഇത് ശരിക്കും നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കാണാം. ആക്ച്വലി നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ശശിയായിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ തന്നെ നിന്ന് കാണാനുള്ളത് ഉണ്ട് ശരിക്കും. അപ്പം നമുക്ക് ഓരോ ടർബൈൻസും കണ്ടോ കുറേ ഗ്യാപ്പിൽ ഇട്ടിട്ട് നല്ല നീളത്തിലുള്ള ടർബൈൻസാണ്. ഇതിൻ്റെ ഒരു ലീഫിന് തന്നെ 35 മീറ്റർ നീളം ഉണ്ടെന്നാണ് പറയണേ. ഇപ്പോൾ ഇവിടുന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പൊക്കത്തിലാണിത്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ചിലതൊന്നും അനങ്ങുന്നില്ല, കാരണം ആ ഭാഗത്തേക്ക് കാറ്റ് കിട്ടുന്നില്ല. കണ്ടോ ഇത് അനങ്ങാതെ നിൽക്കുക. എന്ത് ഉയരാന്നറിയാവോ? നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അത് അനങ്ങാതെ നിൽക്കുക. കണ്ടോ ഇതിങ്ങനെ ഒരു 3 ലീഫുള്ള വലിയൊരു ടർബൈൻ. ചിലത് കാറ്റിനനുസരിച്ച്
നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചിലപ്പോൾ നല്ല കാറ്റ് കിട്ടുമ്പോൾ നല്ലതായിട്ട് റൗണ്ടായിട്ട് കറങ്ങും കേട്ടോ. ഇവിടെ താഴെ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പോകും. ഇതാ ഇപ്പം കണ്ടോ അതിൻ്റെ ടർബൈൻസ് കറങ്ങാൻ തുടങ്ങിയതിൻ്റെ കാറ്റൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം കണ്ടോ നല്ല ഇത്ര നേരം അനങ്ങാതിരിക്കുമായിരുന്നു പുള്ളി. ഇപ്പോൾ കാറ്റ് കിട്ടിയപ്പോൾ അനങ്ങുക. അപ്പോൾ ഞങ്ങൾ ശരിക്കും അകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് ശരിക്കും ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ എനിക്കൊന്ന് 5-6 മണിയൊക്കെ ആയിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിൻമില്ലിലേക്ക് ഉള്ള താഴെ നിന്നുള്ള ആ റോഡ് 4:30 കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. എനിക്ക് തോന്നുന്നു 4-4:30 വരെ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു 5 മണി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് ക്ലോസ് ആയിപ്പോയി. ഇന്ന് വന്നപ്പോഴും എന്താണ് കാരണം എന്നറിയില്ല, ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. പക്ഷേ അപ്പോൾ അകത്തോട്ട് കയറിയാലും എന്താണ് നമുക്ക് കൂടുതൽ എനിക്ക് അത്തിലൊന്ന് പോയി തൊടാൻ പറ്റുമായിരിക്കും. ഇവിടെ ഇതാ പുറകിൽ തന്നെ നല്ല വ്യൂ ഉണ്ട്. എല്ലാ വിൻമില്ലും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ പുറകിൽ. കണ്ടോ ഇപ്പോൾ നല്ല സൗണ്ട് എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ കാരണം ആ ടർബൈൻസ് കറങ്ങുന്നതനുസരിച്ച് സൗണ്ട് ഉണ്ട് കേട്ടോ. നല്ലേ ഇത് ചെറുതായിട്ടാകുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കറങ്ങുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ കാറ്റ് നോക്കിയേ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് നിന്ന് എല്ലാം ഫുള്ള് വ്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല. ഇവിടുത്തെ വിൻമില്ല് ടർബൈൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനിയും അങ്ങോട്ട് നമ്മുടെ ന്യൂസിലൻഡിലെ കിടുക്കാച്ചി വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ചുമ്മാ പറഞ്ഞാട്ടോ, ആരും എണ്ണ കോരി ഒഴിക്കണ്ട, കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. Can you feel it wrapped around your